വീർ, ഞങ്ങൾക്ക് ഒരു സ്റ്റോറി ബുക്ക് താന്നേ. ഞാൻ സ്റ്റോറി വായിച്ച് ചുൾബുളിനെ കേൾപ്പിച്ചോളാം. അതെ വീർ, നീ ഹോംവർക്ക് ചെയ്യുന്നതിൽ ബിസിയല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിച്ച് ചാകുക. ഓക്കേ ജിൻഡു, ഇതാ സ്റ്റോറി ബുക്ക് പിടിച്ചോ. നീ ഇത് ചുൾബുളിനെ വായിച്ച് കേൾപ്പിക്കേ. പക്ഷേ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. പണ്ടൊരിക്കൽ ഒരു കാട്ടിലെ കുറെ ഡൈനോസോഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും മാനിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ഡൈനോസറിനെ കാണാൻ എങ്ങനെയിരിക്കുന്നേ? എന്നെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ഡൈനോസേഴ്സിനെ കണ്ടിട്ടേ ഇല്ല. ഈ ബുക്കിൽ കഥ മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് ഒന്നുമില്ല. ഫോട്ടോ ഉണ്ടായിരുന്ന സ്റ്റോറി കേൾക്കാൻ നല്ല രസമായിരുന്നു. ശരി, എന്നാ പിന്നെ നിനക്ക് വേണ്ടി ഈ കഥയോടൊപ്പം ചലിക്കുന്ന ഫോട്ടോയും ഞാൻ വെക്കാം. ഒരു സിനിമ കാണുന്നത് പോലെ ഉണ്ടാവും. എന്താ, ചലിക്കുന്ന ഫോട്ടോകളോ? എങ്കിൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. അക്കടം പക്കടം മാലം ഫാലം ഇക്കടം തിക്കടം ദന്തമാദം. നോക്ക് നോക്ക്, ദേ ഒരു മാന്. ഇതിപ്പോ ഇവിടുന്ന് വന്നു. ഹൗ ക്യൂട്ട്. എന്ത് ഭംഗിയാ കാണാൻ. ജിൻഡു, നീ ഇത് എന്തായി ചെയ്തത്? അങ്ങോട്ട് നോക്ക്, ആ മാൻ ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുക. പാവ ഒരുപാട് പേടിച്ചു പോയി. അതേ മാനെ, നീ അകത്തോട്ട് പോ. നിന്റെ സ്ഥലം അകത്താ, പുറത്തല്ല. പക്ഷേ ഡൈനോസർ നാട്ടിലോട്ട് ഇറങ്ങി ഓടിയല്ലോ. വേഗം മാജിക് ഉപയോഗിച്ച് അതിനെ തിരിച്ചു വിളിക്കേ. ഇപ്പൊ വിളിക്കാലോ. അവരെന്റെ മാജിക് കൊണ്ട് ഉണ്ടായതാ. അതുകൊണ്ട് അവരുടെ അടുത്ത് എന്റെ മാജിക് വർക്ക് ആവില്ല. പക്ഷെ നമ്മൾ ഈ ബുക്ക് കൊണ്ടുപോയി ആ ഡൈനോസോറിന്റെ മുഖത്തിന് നേരെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ അവർ ഈ ബുക്ക് കാണുമ്പോ ഉടൻ തന്നെ അവരെല്ലാവരും ഈ ബുക്കിനകത്തേക്ക് പോയിക്കോളും. എന്നാ പിന്നെ വേഗം വരൂ. ഡൈനോസോർ വരുന്നേ, ഓടിക്കോ, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടോ. അപ്പൂപ്പ, ഇംലി നിങ്ങളെ വീടിന്റെ പുറത്ത് ഇറങ്ങണ്ട. ഞാൻ ഇപ്പൊ വരാം. വിങ് സ്യൂട്ട് ഓൺ. ഇംലി, നിങ്ങൾ അകത്ത് തന്നെ നിന്നാ മതി. ഞാനും ചിണ്ടുവും പോയിട്ട് ഇപ്പൊ തന്നെ മടങ്ങി വരാം. ഈ ഫുർസത് ഗഞ്ചിൽ ഇത്ര പെട്ടെന്ന് എവിടുന്ന ഡൈനോസർ വന്നത്? ആരെങ്കിലും രക്ഷിക്കണേ. വേഗം എനിക്ക് ബോള് പാസ് ചെയ്യിച്ചോൾ. അതിനെന്താ ചെയ്യാലോ? ഇതാ പിടിച്ചോ, വിറ്റമിൻ എയുടെ ശക്തി. എന്നാ ഇതാ പിടിച്ചോ, ഇലക്ട്രിക് പവറുടെ ശക്തി. വന്നു കയറാൻ എന്നെ നെഞ്ച കിട്ടിയുള്ളൂ. നിന്നെ ഇടിച്ച് ഞാൻ ഹെലികോപ്റ്ററിന്റെ ഫ്രണ്ടിലാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഗുസ്തിക്കാരൻ പരമു എന്നല്ല. മനസ്സിലായോ? എന്നോട് കളിക്കാൻ നിൽക്കരുത്. അയ്യോ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? അങ്കിൾ ആ കുസ്തിക്കാരന്റെ ദേഹത്തെ എടുത്ത് ചാടാൻ പാടില്ലായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. എന്റെ ദേഹത്തോട്ട് ഫുട്ബോൾ ആരാ അടിച്ചതെന്ന് ആദ്യം പറ. അവന്റെ എല്ലൊടിച്ച് സൂപ്പ് വയ്ക്കും ഞാൻ ഇന്ന്. ആരാന്ന് പറ. ആരാ എന്റെ ദേഹത്ത് ഫുട്ബോൾ വെച്ചടിച്ചത്? ഇവരെന്തിനാ ഓടിപ്പോയത്? ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു കള്ളൻ കടന്നുകൂടിയിട്ടുണ്ട്. ആ കള്ളൻ ദിവസവും കുട്ടികളുടെ ബാഗിൽ നിന്നും അവരുടെ ബുക്സുകൾ, പെന്നുകൾ, ടിഫിനുകൾ, പിന്നെ ടീച്ചേഴ്സിന്റെ ബാഗിൽ നിന്നും അവരുടെ പേഴ്സുകൾ, മൊബൈലുകൾ, ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇത് കാരണം എല്ലാ സ്റ്റുഡൻസും പിന്നെ ടീച്ചേഴ്സും വളരെ ദുഃഖിതരാണ്. ഞങ്ങൾ കള്ളനെ പിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും കള്ളൻ തന്ത്രശാലിയാണ്. അതുകൊണ്ട് അവനെ ഇതുവരെ പിടിക്കാനും സാധിച്ചിട്ടില്ല. പോലീസിന് വിവരമറിയിക്കാന്ന് വെച്ചാ അത് നമ്മുടെ സ്കൂളിന് തന്നെ ചീത്തപ്പേരാണ്. എന്താ ഇപ്പൊ ചെയ്യാ? സർ, ഞാൻ ആ കള്ളനെ പിടിക്കാം. അതും വെറും 2 ദിവസം കൊണ്ട്. പക്ഷേ നിനക്കെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത്? ഇവിടെയുള്ള ടീച്ചേഴ്സ് മുഴുവനും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കള്ളനെ നീ 2 ദിവസം കൊണ്ട് പിടിക്കുമെന്നോ? അത് പിന്നെ സർ, ഞാനിവിടെ ചിന്തിക്കുന്നത് പോലെ ആ കള്ളൻ അവിടുന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. തിങ്ക് പോസിറ്റീവ്, എവറിത്തിങ് ഈസ് പോസിബിൾ. സാർ, ഇപ്പൊ വീറിന് സ്വയമേ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഞാനും പിടിക്കും ആ കള്ളനെ.
സാർ, എനിക്ക് കള്ളനെ പിടിക്കുന്നതിൽ നല്ല നോളജ് ഉണ്ട്. ഞാൻ ഒരുപാട് ചാരന്മാരുടെ കോമിക് കഥകളൊക്കെ വായിക്കാറുള്ളതാ. അതായത് ജെയിംസ് ബോണ്ട്, ഡിങ്കൻ, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കൊറേ. ഓക്കെ, ഐ ലൈക്ക് യുവർ കോൺഫിഡൻസ്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും 2 ദിവസം സമയം തരാം. നിങ്ങൾ ഇപ്പോൾ 2 ദിവസത്തിനകം കള്ളനെ പിടിക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കൂളിനും സ്റ്റാഫ്സിനും വളരെ ചീത്ത പേരാണ്. വീർ, നീ ഇത് വെറുതെ നിന്റെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ കള്ളനെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർക്കും സാറുമാർക്കും ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നീ ഇങ്ങനെ പിടിക്കുമെന്നാ പറയുന്നത്? എന്റെ കൈ കൊണ്ട് തന്നെ, അല്ലാതെ എങ്ങനെയാ? Think positive everything. The dance competition. സ്റ്റുഡൻസ്, 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷൻ. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുറത്തുള്ള കുട്ടികളെയും കൊണ്ടുവരാൻ സാധിക്കും. അവരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയൂ. സാർ, ഞാനായിരിക്കും എന്തായാലും ഫസ്റ്റ് വരിക. പിന്നെ എന്തിനാ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? സാറിന് അല്ലെങ്കിൽ അറിയാവുന്നതല്ലേ ഞാൻ എന്ത് നല്ല ഡാൻസറാന്നുള്ള കാര്യം. ജിണ്ടു, ഈ വണ്ടി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവന്റെ ഡാൻസ് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തേ. നീ എന്താണ് ചെയ്യുന്നത്? ഇത് നിനക്ക് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമല്ല. സ്റ്റോപ്പ് ഇറ്റ്. സാർ, എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല സാർ. ഞാനല്ല ഇത് ചെയ്യുന്നത്. സോറി സാർ, ഞാൻ ബോൺ ഡാൻസറാന്ന് തോന്നുന്നേ. മതിയാക്ക് ബണ്ടി. ഐ സേ സ്റ്റോപ്പ് ഇറ്റ്. ഇവനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്ത്. ഇവനിത് എന്താ പറ്റിയത്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതാരോ മാജിക് ചെയ്യാണെന്നാ. മാജിക്കോ? ഇനി ജിൻടു എങ്ങാനോ ഇവിടെ. ദേ അവിടെ നിൽക്കുന്നു. എനിക്ക് അപ്പഴേ അറിയായിരുന്നു. ജിണ്ടു, മതിയാക്കടാ, മതി, ആവശ്യത്തിനായി. എന്നോട് ദയവായി ക്ഷമിക്കൂ സാറേ, എനിക്കത് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. സോറി സാറേ, ഇവനെയും കൊണ്ട് എന്റെ ഓഫീസിലേക്ക് വരൂ. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത്രയും നല്ലൊരു ഡാൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവന്റെ ആ ടാലന്റിനെ ഓർത്ത് അവനോട് ക്ഷമിച്ചേക്കൂ സാറേ. ആ പറഞ്ഞത് ശരിയാണ്. ഇത്രയും നല്ല ഡാൻസ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ബണ്ടി, ഇത്തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഉള്ളിൽ മഹാനായ ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെല്ലേ, പോയി പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് കോമ്പറ്റീഷനിൽ ജയിക്കണേ മോനെ. എങ്ങനെയെങ്കിലും ഈ ഡാൻസ് കോമ്പറ്റീഷൻ ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഞാനും ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. ഇല്ല ചുൾബുൾ, നീ എങ്ങനെ ഇതിൽ പങ്കെടുക്കുക? എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ, ദേ കണ്ടില്ലേ? വീർ, നിന്റെ ടീം ഉറപ്പായിട്ടും ഫസ്റ്റ് വരുമല്ലോ. കൊള്ളാൻ ചുൾബുൾ, നീ ഇനി ഡാൻസ് കളിക്ക്. ചുൾബുൾ, നീ അവനെ ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പ്രിൻസിപ്പൽ സാർ പറഞ്ഞതല്ലേ നമുക്ക് പുറത്തുള്ള കൂട്ടുകാരെയും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാമെന്ന്. ചുൾബുൾ എന്റെ കൂട്ടുകാരനാ. അവൻ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യും. താങ്ക് യു വീർ. Come on, let's practice. ദേ അങ്ങോട്ട് നോക്ക്, ആ ജിണ്ടുവും അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ടീം എന്തായാലും. ഞാൻ ആരാ? എടാ ടിംബക്ടോ, നീ ഇതൊന്ന് ശരിക്ക് നോക്കിക്കേ. എന്നിട്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. ബോസേ, ഇതൊരു ചെറിയ കളിപ്പാട്ടമല്ലേ ബോസേ? എന്റെ പൊന്നു ബോസേ, ഞാൻ ഇത്രയും വളർന്നു വലുതായില്ലേ. എനിക്കിനി ഈ കളിപ്പാട്ടം വെച്ച് കളിക്കാൻ പറ്റില്ല. എടാ മണ്ടന്മാരുടെ രാജാവേ, നീ തിന്നുന്നത് ചാണകമാണോടാ പൊട്ട? കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാൻ നീ എന്താണ് പിഞ്ചു കുഞ്ഞാണോ? സോറി ബോസേ, സോറി. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ബോസിന് സ്വയം കളിക്കാൻ വേണ്ടിയായിരുന്നോ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്? പക്ഷേ എന്നാലും ബോസേ, ഈ പ്രായത്തില് ബോസ് ഇത്തരം കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കാൻ പോവുകയാണോ? നീ പൊട്ടനായല്ലോ. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ മൊട്ടത്തലിനെ എന്റെ കൺമുൻപിൽ നിന്ന് വിളിച്ചോണ്ട് പോ. അയ്യോ ബോസേ, അതിനോടൊന്നും നിർത്താൻ പറ ബോസേ. അയ്യോ ബോസേ, ഇതാണ് നിനക്ക് പറ്റിയ ശിക്ഷ. മതിയടാ റോബോട്ടെ, നിർത്തിയേക്ക. എടാ നിർത്താൻ. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ്. എന്തൊരു റോബോട്ടിനെ ഉണ്ടാക്കിയേക്കുന്നേ. ഈ റോബോട്ടിന്റെ പേരാണ് ബിഗ് ബി റോബോട്ട്.
ഇതിന്റെ പ്രത്യേകത അറിയാമോ? ഇതിന് എപ്പോ വേണമെങ്കിലും ചെറുതും വലുതും ആകാൻ സാധിക്കണ. കണ്ടോളൂ. ബേഗ് ബേ, പെട്ടെന്നൊന്ന് വലുതാവോ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഈ റോബോട്ട് വീറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്, പക്ഷേ അവൻ അത് അറിയുക പോലുമില്ല. അതിനുശേഷം ഇവൻ വീറിനെ ഉടനെ അങ്ങ് ആക്രമിക്കാം. അതോടെ വീറിന്റെ കഥയും കഴിയും. ബോസേ, ഒരു സംശയം, ഈ റോബോട്ട് ബോസ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അതോ ഞാൻ പറയുന്നതും കേൾക്കുവോ? ഒന്ന് നോക്കട്ടെ. ഒന്ന് വലുതാവ്. വേണ്ട, വലുതാവരുത്. ഇപ്പൊ വലുതാവരുത്. എടാ ഡിംബക്ടോ, പറയടാ, ചെറുതാകാൻ പറയടാ. എന്നെ കൊല്ലുവടാ. ജിൻഡോന്റെ വീട്ടിൽ നിന്ന് എപ്പോഴാ തിരിച്ചു വരുന്നത്? അവൻ ഒത്തിരി നാളിന് ശേഷമല്ലേ വീട്ടിലേക്ക് പോയത്. കുറച്ചുനാൾ അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. അല്ല, നിനക്കെന്താ പെട്ടെന്ന് ജിണ്ടുവിന്റെ ഓർമ്മ വന്നേ? ആകാശത്തെ കിളികള് പറക്കുന്നത് പോലെ പറക്കാൻ തോന്നുന്നു വീർ. നമ്മളെ കയ്യില് പറക്കുന്ന ചിറകുകൾ ഉണ്ടല്ലോ. വരൂ, നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം.